പ്രിയമുള്ളവരെ, വളരെ താല്പര്യത്തോടെ സന്തോഷത്തോടെ ഇവിടേക്ക് വന്നവർ ഒന്ന് കൈവോക്കിയേ. നുണയാണ്, മൊത്തം നുണ. ഇമാതിരി നുണ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടണം എന്നുള്ളതാണ്. കുറച്ച് പേരെങ്കിലും പൊക്കാതിരുന്ന് വെച്ചെങ്കിൽ ഞാൻ വിശ്വസിച്ചാണ്. ഇതെല്ലാവരും പൊക്കിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചേക്കനായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടേക്ക് വരാനായിട്ട് എന്നെ ഈ അച്ഛൻ, നല്ല സുന്ദരനും സുമുഖനുമായ നിങ്ങളുടെ ഡയറക്ടർ അച്ഛൻ എന്നെ വിളിച്ചു. അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ധനനഷ്ടം, മാനനഷ്ടം ഇവ ഉണ്ടാകും. അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ജനറേറ്റർ വരെ അടിച്ചു പോയിട്ടുണ്ട് എന്നെ വിളിച്ചിട്ട്. അപ്പം ഞാനത് ഇന്നലെ പറയണമെന്ന് വിചാരിച്ചാണ്. പിന്നെ വിചാരിച്ച് കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. അപ്പം വേറെ ഒന്നുമല്ല, തമ്പുരാൻ എന്നെ ബോധ്യപ്പെടുത്തുന്നതാണ്. എടാ, നീ തന്നെയാണ് അവിടെ പോകേണ്ടത്. അതിനു വേണ്ടിയിട്ട് എനിക്കൊരു ബോധ്യം തരും. പക്ഷെ അത് ഇത്രക്ക് കാര്യമായിട്ടുള്ള, അത് ഞാൻ പറയാനുള്ള കാര്യം, മരട് ഹോസ്പിറ്റലിൽ എന്നെ ഒരു ദിവസം വിളിച്ചായിരുന്നു. ഹോസ്പിറ്റലിൽ ഫുൾ ടൈം കറണ്ട് വേണ്ടതല്ലേ. അപ്പം ഞാൻ അവിടുത്തെ സിസ്റ്ററിനോട് പറഞ്ഞില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ തൊട്ട് ഫ്രണ്ടിലെ ട്രാൻസ്ഫോമർ അടിച്ചു പോയി. അപ്പം അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കൻ എന്നെ വിളിക്കൂല. അത് കാരണം ഞാനത് അധികം പറഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ ലിജേഷ് അച്ഛൻ എന്നെ വിളിച്ചത് എന്താ, വേറെ ആരെങ്കിലും വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് അവസാനം നമ്മളെ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എന്നോട് ഗാസ്പറച്ചൻ പറഞ്ഞതാണ്, അച്ഛനെ വിളിച്ചാൽ കുഴപ്പമില്ല. ഗാസ്പർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സന്യാസി അല്ലേ, പുള്ളിയൊക്കെ നമ്മളെ റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അതൊക്കെ എനിക്കൊരു അംഗീകാരമാണ്. അതുകൊണ്ട് അത്രയുള്ള വിശുദ്ധരായ വൈദികരുടെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. സിസ്റ്ററെ, ആ പേനയും പേപ്പറൊക്കെ മടക്കി വെച്ചു, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിൻ്റെ, അതായത് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ ഇഷ്ടമല്ല. ഒന്ന്, നോട്ട് എഴുതണം എനിക്കിഷ്ടമല്ല. ചോദ്യം ചോദിക്കണം ഇഷ്ടമേ അല്ല. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അപ്പം അന്ന് ഞാൻ തീരുമാനിച്ചേക്കാനാണ്. അന്ന് ഞാൻ പ്രതികാരം ചെയ്തതാണ്. അന്ന് ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് ചെയ്ത പ്രതികാരമാണ്. എന്നെങ്കിലും ഒരു അവസരത്തിൽ എനിക്ക് പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ചോദ്യവും ചോദിക്കൂല, നോട്ട് എഴുതിക്കുകയുമില്ല. ടീച്ചർമാരെ, നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മൾ കാശ് അങ്ങോട്ട് കൊടുത്ത് പഠിക്കണേ അല്ലേ സ്കൂളിൽ. അവർ കാശ് അവിടെ നിന്ന് മേടിച്ചു, ശരിക്കും അവരല്ലേ നോട്ട് എഴുതി തരേണ്ടത് അല്ല. എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ്. അത് അന്നേരത്ത് പറയാൻ പറ്റൂല. കാരണം എന്താണ്, തോറ്റു പോകും, പരീക്ഷയ്ക്ക് തോറ്റു പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ അതിന് ശേഷം ഞാൻ എവിടെ ക്ലാസ്സിന് പോയാലും നമ്മുടെ ഒരു ടെക്നോളജി അതാണ്. പിന്നെ ഞാൻ നേരത്തെ തന്നെ ചോദിച്ചു, നിങ്ങൾ ഇവിടെ വന്നിരിക്കണത് സന്തോഷത്തോടു കൂടിയാണെന്ന് ചോദിച്ചാൽ പറയും. അത് ശരിക്കും സന്തോഷമില്ലെന്ന് എനിക്കറിയാം. ഞാനിവിടെ വന്നേക്കണ നമുക്ക് സന്തോഷത്തോടെയാണ്, ഒരു കാര്യമില്ല. ഞാനല്ലെങ്കിൽ ഏതെങ്കിലും ഗതികെട്ടവന് ഇവിടെ വന്ന് നിൽക്കണം. എന്നെ കിട്ടിയില്ലെങ്കിൽ അച്ഛൻ ആരെയും കൊണ്ടുവരും. ഞാൻ വരാതിരുന്നുകൊണ്ട് 1.5 മണിക്കൂർ നിങ്ങൾക്ക് ലാഭം കിട്ടൂല. ഇല്ല, അച്ഛനെ എങ്ങനെയായാലും ഒരാളെ വിളിക്കും. എന്നാൽ പിന്നെ ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. എൻ്റെ പള്ളിയിൽ വളരെ തിരക്കുള്ള ദിവസമാണ്. പിന്നെ ഇന്ന് എൻ്റെ പള്ളിയിൽ വളരെ സന്തോഷമുള്ളൊരു സംഭവം നടക്കുകയാണ്. എനിക്ക് ട്രാൻസ്ഫറാണ്. അല്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഭയങ്കര സന്തോഷമായിരിക്കുള്ളൂ. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്, മറ്റേ വിമലവനത്തിലൊക്കെ കൊണ്ടുപോയി പൂച്ചനെ കളയൂലേ, അതേപോലെ കാറിന് കൊണ്ടുപോയി പിന്നിലും ബാക്കിലും ഒക്കെ ആൾക്കാരായിരിക്കുമല്ലോ. ഇടയ്ക്കിറങ്ങി പോകരുത്, ഈ സാധനം തിരിച്ചു വരരുതല്ല. അതുകൊണ്ട് ഇത് അവിടെ കൊണ്ടുപോയി ഇറക്കി അവിടെ നിന്ന് ചായയും കുടിച്ച് അവിടെ നിന്ന് ഏൽപ്പിച്ച് കെട്ടിയെന്ന് വിളിച്ചിട്ടാണ് അവിടെ നമ്മൾ ഇങ്ങോട്ട് പോരുള്ളൂ. അത് നമ്മുടെയൊക്കെ ഈ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് അങ്ങനെയുള്ള വലിയ സന്തോഷകരമായ കാര്യം നടക്കുന്നതാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു, എല്ലാ ദിവസവും 3 കുർബാനയാണേ പള്ളിയിൽ. ഇതിന് ആൾക്കാർക്ക് കഷ്ടപ്പാടാണെന്ന് അറിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എൻ്റെ സെൻഡ് ഓഫ് പ്രമാണിച്ച് രാവിലെ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല, എല്ലാവർക്കും കിടന്നുറങ്ങാം. അതെൻ്റെ സെൻഡ് ഓഫ് പ്രമാണിച്ചില്ല, എനിക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ വരണ്ടേ, എന്തെങ്കിലും ഒരു ടെക്നോളജി പറയണ്ടേ. അതുകൊണ്ട് ഞാൻ രാവിലെ അവിടെ കുർബാന വെച്ചില്ല, വൈകുന്നേരമാണ്. അപ്പോൾ എൻ്റെ കപ്പിയാരോടും പറഞ്ഞ്, ചേട്ടാ കിടന്നുറങ്ങിക്കോ, കപ്പിയാരേട്ടനൊക്കെ വല്ലപ്പോഴും ഉറങ്ങാനുള്ള അവസരം കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു സന്തോഷകരമായ കാര്യം അവിടെ നടക്കുന്നു. പിന്നെയെന്ന് വെച്ചാൽ ലിജേഷ് അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, ഇനി ഇതുപോലെ എനിക്കൊരു അവസരം കിട്ടാൻ സാധ്യതയില്ല. കാരണം എന്നെ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം വിളിക്കുള്ളൂ. ഞാൻ പറയണത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് പിന്നെ വിളിക്കാത്തതാണെന്നാണ് ഞാൻ ചിന്തിക്കണത്. പക്ഷെ അങ്ങനെയല്ല ശരി.
പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ ഞാൻ നോട്ട് എഴുതണ്ടെന്ന് പറഞ്ഞ് വേറെ ഒന്നുമല്ല, ഇത് PDF എൻ്റെ അടുത്തുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ മതി, അതിൻ്റെ PDF ഞാൻ അയച്ചു തരും. ഒരു സ്ഥലത്തും ഈ PDF ചോദിച്ചിട്ടില്ല എന്നുള്ള, എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥലത്തും ചോദിച്ചിട്ടില്ല. പിന്നെ അച്ഛനല്ലേ, ക്ലാസ് എടുക്കാൻ തന്നെയല്ലേ, എഴുതിയില്ലെങ്കിൽ എന്ത് വിചാരിക്കും, ഞാനൊരു സിസ്റ്ററായി പോയില്ലേ മുമ്പ്. ഇത് എഴുതിയിട്ട് എവിടെ കൊണ്ടുപോയി വെക്കും? അവിടെ. പിന്നെ കാണണത് ഈ പുസ്തകം കിടക്കണം പറയും. അത് നമ്മളുടെ ഒരു ശീലമാണല്ലേ, ഇതുപോലെ എഴുതിയേക്കണ എന്തോരം പുസ്തകങ്ങൾ കയ്യിലുണ്ടാവും. പിന്നെ കണ്ടിട്ടുണ്ട്, അത് തുറന്നു നോക്കിയിട്ടില്ല. ചില പേനയൊന്നും തെളിയണുണ്ടാവില്ല. ഇങ്ങനെയുള്ള മീറ്റിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ തരണ പേന തെളിയേമില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഹലോ, അതിന്റെ ഫ്രണ്ടിലൊന്നും നിന്നുകൊണ്ടാണ്. ഹലോ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആവുമല്ലോ നിങ്ങൾക്ക്. കുറച്ച് പേര് അവിടെ ചില്ലുംകൂട്ടിലിരിപ്പുണ്ട്. ഞാൻ ഈ മറ്റേ ബേക്കറിയിൽ ഇരിക്കണ പോലെയാണ്. കേൾക്കാൻ പറ്റണ്ടോ? ഓക്കെ, കേൾക്കാൻ പറ്റണല്ലേ? സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഓക്കെ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾ? ആരാണ്? ആണ്ടേ, ഞാൻ അച്ഛത്തിരുന്ന് മുമ്പ് പറഞ്ഞല്ലേ ചോദിക്കില്ലെന്ന്. ഇമാതിരി മെനക്കെട്ട സ്വഭാവമാണ് അച്ഛനെന്ന് ചോദിക്കണം അല്ലേ. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമല്ലേ, നിങ്ങൾ ആരാണ്? എന്തുത്തരം പറയും നിങ്ങൾ? പേര് പറയൂ. ഞാൻ പേരിലല്ലേ ചോദിച്ചത്. നിങ്ങൾ ആരാണെന്നല്ലേ ചോദിച്ചു. മനുഷ്യൻ, ഇതൊക്കെ മനുഷ്യരാ? ഞാൻ ഇതുവരെ ആത്മാവിനെ കണ്ടിട്ടില്ല. ഒന്ന് എഴുന്നേറ്റ്. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭയിൽ വലിയൊരു അത്ഭുതം നടന്നിരിക്കുന്നു. ഇതാ, നമുക്ക് ആത്മാവിനെ കാണാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ബഹുമാനിക്കാം, നമുക്ക് ആദരിക്കാം. എല്ലാവരും ഒന്ന് കൈയടിച്ച് ആത്മാവിന് വേണ്ടിയിട്ട് ഒരു സന്തോഷം. പ്രിയമുള്ളവരെ, ഈ ഒരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-20 ഉത്തരം നിങ്ങൾക്ക് തരാൻ പറ്റും. ഇവിടെ പറഞ്ഞതൊക്കെ ആത്മാവാണ്, ശരീരമാണ്, പേര് പറയും, ഭർത്താവിൻ്റെ പേര് പറയും, മകൻ്റെ പേര് പറയും, ഇന്നയാളുടെ മകനാണ്, ഇന്നയാളുടെ അമ്മയാണ്. അങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ഇന്ന് ഈ ആൽഫ പാസ്റ്റർ സെൻ്ററിൽ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണ്? വിശ്വാസ പരിശീലകരാ ആണോ? വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? അച്ചി ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിക്കാം അല്ലേ? അത് ബേസിക്കാണല്ലേ. പ്രിയമുള്ളവരെ, ഇടക്ക് നിങ്ങളോട് തന്നെ ചോദിക്കണം, എനിക്ക് വിശ്വാസം ഉണ്ടോ? ഞാൻ മരിച്ചു പോകുമ്പോൾ സ്വർഗത്തിൽ പോകും? മരണത്തിന് ശേഷം വേറൊരു ജീവനുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ പഠിപ്പിക്കാനല്ല, ഇടക്ക് വെറുതെ ഇരിക്കുമ്പോൾ തിരുഹൃദയത്തിൻ്റെ സന്നദ്ധിയിലോ അല്ലെങ്കിൽ പരിശുദ്ധ ദൈവാലയത്തിൻ്റെ മുമ്പിലോ നിന്നിട്ട് ഒന്ന് ആലോചിക്കണം. ഇങ്ങനെയുള്ള വ്യക്തിപരമായ ചിന്തകൾ എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നല്ലതാണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, കൊച്ചി രൂപതയിലെ വിശ്വാസ പരിശീലനത്തിലെ ഒരു ഭാഗമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കേണ്ട ഒരു ഗതികേട് വന്നത്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? വിശ്വാസ പരിശീലകനായതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? മറ്റേ പഴംപൊരി ചായയും കിട്ടൂലേ? ഇവിടെയല്ല, അവിടെ ഇടവകയിൽ ഇല്ലേ? ചായ ഉണ്ടാവൂലേ? അതെങ്കിലും കിട്ടണല്ലേ, ഞാൻ അതും കൂടിയും കൊടുക്കാറില്ല. പ്രിയമുള്ളവരെ, എന്താണ് ഞാൻ വളരെ ഗൗരവത്തിൽ തന്നെ ചോദിക്കണം. കാറ്റക്കിസം പഠിപ്പിക്കാൻ വന്നതുകൊണ്ട്, വിശ്വാസ പരിശീലന മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉള്ള പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുമ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? വാട്ട്സ് യുവർ പ്രോഫിറ്റ്? പറഞ്ഞോ. എന്താണ് സന്തോഷം എന്ന് പറയുന്നുണ്ട്, ശരിയാണ്. ഞാൻ പറയുന്നു, പുറത്ത് പഠിപ്പിക്കാൻ പോയാൽ എന്ത് കിട്ടും? പണം കിട്ടും. ഇവിടെ പഠിപ്പിക്കാൻ വന്നാൽ എന്ത് കിട്ടും? വികാരിച്ചൻ്റെ അത്യാവശ്യത്തിന് തെറി കിട്ടും,
മതാധ്യാപകരുടെ ഭാഗത്തുനിന്ന് കുറച്ച് തെറിയുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടും. അല്ലേ? ഇമാതിരി സാധനങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോഴും പിന്നെയും ഒരു ബാലൻസ് കിടപ്പുണ്ടാവും. അത് പുറത്തുനിന്ന് പണം കിട്ടുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നതാണ് പുണ്യം. ആ പുണ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോസ് അല്ലെങ്കിൽ ഭൗതികമായ നഷ്ടം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ വരുമ്പോൾ എനിക്ക് ഒരുപാട് നഷ്ടമുണ്ട്. ആ നഷ്ടത്തിനപ്പുറം ഒരു നേട്ടമുണ്ട്. അത് പുണ്യമാണെന്ന് പറയാം. അതെൻ്റെ പുണ്യമാണെന്നാണ് പറയാം. അത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് കിട്ടുന്നത് ചില സമയത്ത് നിങ്ങളിങ്ങനെ റോട്ടിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ഓടി വന്നിട്ട് പറയും, ടീച്ചറെ എന്നെ കാറ്റഗിസം പഠിപ്പിച്ചാണ്. ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, വേറെ ഒന്നുമല്ല. ദാറ്റ്സ് ദ റിയൽ വെർച്യു. അത് നിങ്ങൾ എവിടെന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ അതൊരു വർഷത്തേക്കുള്ളൊരു എനർജിയാണ്. വികാരിച്ചൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന തെറിയും HMൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഇതൊക്കെ ഭാഗമുണ്ട്, ജീവിതത്തിൻ്റെ ഭാഗമുണ്ട്. ചില സമയത്ത് ഇത് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ തോന്നില്ലേ? അങ്ങനെ തോന്നാത്തവരോട് ഉണ്ടെങ്കിൽ അവർ മര്യാദ പഠിപ്പിക്കാഞ്ഞിട്ടാണ്. ഈ ആത്മാർത്ഥത ഇല്ലേ, ആത്മാർത്ഥതയുള്ളവർക്കാണല്ലോ ഈ പണി കിട്ടണം. അതുകൊണ്ട് ആത്മാർത്ഥത നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? സങ്കടം ഉണ്ടാവും. ചില സമയത്ത് ഇത് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ തോന്നും. അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നണമെന്ന് പറയുന്നത്. പിന്നെ രണ്ട് ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് നൽകുകയാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന സാധനം നിങ്ങളുടെ പ്രൊഫഷനാണോ അതോ ഈസ് ഇറ്റ് യുവർ പൊസിഷൻ? എന്താണ് ഇത്? നിങ്ങൾക്ക് ഒരു ജോലിയാണോ അല്ലെങ്കിൽ അതൊരു പദവിയാണ്? എന്താണ്? പൊസിഷനാണ് എങ്കിൽ ഇത് നിങ്ങൾക്കൊരു ക്രൈസാണെന്നാണ്. എനിക്ക് പിള്ളേരുടെ മുമ്പിൽ അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മതബോധനം എന്ന് പറയുന്നത് പഠിപ്പിക്കൽ മാത്രമല്ല കേട്ടോ. പഠിപ്പിക്കാത്ത ഒരുപാട് ടീച്ചേഴ്സ് കൂടി ഇരിപ്പുണ്ടാവും. സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ രജിസ്റ്റർ എഴുതണവർ, ചിലർ എഴുതാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരായിരിക്കും. ആ കയ്യക്ഷരം നല്ലതായി പോയതുകൊണ്ട് പ്രാഗിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് എഴുതാൻ വേണ്ടിയിട്ട് അവരെ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ സർട്ടിഫിക്കറ്റ് എഴുതാൻ കുറച്ച് പേര് രജിസ്റ്റർ എഴുതാൻ വേണ്ടി കുറച്ച് പേര് ചായ ഇളപ്പിക്കാൻ വേണ്ടി അല്ലെ, സ്ഥിരം ചായ ഇളപ്പിക്കണവരുണ്ടാവും. എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്യും, നീ ചായ ഇളപ്പിച്ചാൽ ശരിയാവും ഓൾറെഡി എന്ന് പറയും. അതാണ് ബാക്കിയുള്ളവർക്ക് മടിയാണ്. അങ്ങനെ ആ പ്രോത്സാഹനത്തിൽ അവർ കമ്പം കെട്ടി വീഴുകയും ചെയ്യും, എന്നിട്ട് ചായ ഇളപ്പിക്കാൻ പോവുകയും ചെയ്യും. അവർക്കും അറിയാം, നമുക്കും അറിയാം എന്തിനാണ് അത് പറയുന്നത്. അപ്പോൾ ഇത് എന്താണെങ്കിലും, ചായ ഇളപ്പിക്കലാണെങ്കിലും ശരി, മുറ്റോടിക്കലാണെങ്കിലും ശരി, രജിസ്റ്റർ എഴുതണാണെങ്കിലും ശരി, എന്താണെങ്കിലും അത് ചെയ്യുന്നത് ഈ മതബോധനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഉദാഹരണം പറയാം. ഒരച്ഛൻ ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ അവിടെ നിന്ന് ഇച്ചിരി അവന് പറ്റാവുന്ന ഒരു കപ്പിൽ വെള്ളം കൊണ്ടുവരികയാണ്, സിമെൻ്റ് നനക്കാനാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചോടാ നീ എന്ത് ചെയ്യുക? അപ്പോൾ അച്ഛനൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. എന്താണ്? ഞാൻ വെള്ളം കോരിക്കൊണ്ടുവരാണെന്ന്. പക്ഷെ അവൻ പറഞ്ഞു ഉത്തരം അങ്ങനെയല്ല. അച്ഛൻ ഞാൻ ഈ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫീൽ ചെയ്യണം. നിങ്ങൾ ചിലപ്പോൾ രജിസ്റ്റർ എഴുതണമായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും മേടിക്കാൻ പോണവരായിരിക്കാം, അല്ലെങ്കിൽ ചായ എളുപ്പിക്കണമായിരിക്കാം. എന്താണ് ദൗത്യം? ഞാൻ എൻ്റെ ഇടവകയിലെ വിശ്വാസ മേഖലയിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, വികാരിയച്ഛനോട് ചേർന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനോട് ചേർത്ത് വയ്ക്കുകയാണ്. രണ്ട് ചോദ്യങ്ങൾ. ഒന്നാമത്തത്, വിവരമുള്ളവരാണ്, പഠിപ്പുണ്ടാന്ന്. ചിലർ പറയല്ലോ ഒരു പഠിപ്പില്ലടാ. ചിലർക്ക് 1.5 പഠിപ്പുണ്ടാവും, പക്ഷേ ഒരു ബോധം ഉണ്ടാവും അല്ലേ? നമുക്ക് ഇപ്പം ചില ടീച്ചർമാരെയൊക്കെ മനസ്സിൽ വന്നില്ല, പറയണ്ട, ഉള്ളിൽ കിടന്നോട്ടെ. അപ്പോൾ അതൊക്കെ നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മുടെ മുഖം തന്നെ ഉണ്ടാവട്ടെ, അത് ആലോചിച്ചിട്ട് വേണം ചിരിക്കാൻ. പ്രിയമുള്ളവരെ, ഇതൊരു ദൗത്യമായിട്ടെടുത്താലും ഇതൊരു ജോലിയായിട്ടെടുത്താലും എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. രണ്ടാമതെന്ന് വെച്ചാൽ ഡെഡിക്കേഷനാണ്. ഡെഡിക്കേഷൻ എല്ലാവർക്കും വരില്ല. വിവരമുള്ളവർക്ക് ചിലപ്പോൾ ഡെഡിക്കേഷൻ വരണമെന്നില്ല. അപ്പോൾ ചില ഭാഗത്ത് ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കണവന് ഡെഡിക്കേഷൻ ഇല്ല, കാരണം അവനവൻ്റെ ഒരു ജോലി മാത്രം. പക്ഷേ ഇതൊരു പദവിയായിട്ട് അംഗീകരിക്കുന്നവന് അതൊരു തീർച്ചയായിട്ടും അതൊരു ആത്മീയ അഹങ്കാരം എന്ന് ഞാൻ പറയുന്നത്.
അതുകൊണ്ട് ഈ ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഈ തസ്തികയ്ക്ക് അല്ലെങ്കിൽ ഞാൻ ഈ പദവിക്ക് യോഗ്യതയുള്ള വ്യക്തിയാണ് ആണ് എന്നുള്ളവർ ഒന്ന് കൈപൊക്കി. പൊക്കൂല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞേക്കണേയുള്ള ഇനി പൊക്കാനൊന്ന് മടിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇനിയിപ്പോൾ മറ്റത് ചോദിച്ചോക്കെ, യോഗ്യത ഇല്ലാത്തവർ അപ്പോഴും പൊക്കൂല. ഇനി പൊക്കാനൊന്നും മടിക്കും എന്നുള്ളത്. അതായത് മറ്റേന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയില്ലേ, ഇരിക്കട്ടെ ഒരു വഴിക്ക് പോകണല്ലേ. പ്രിയമുള്ളവരെ, യോഗ്യത എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കുന്നതാ. എൻ്റെ അനുഭവത്തിലൂടെയാണോ ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വീണത്? എൻ്റെ അനുഭവത്തിലൂടെയാണോ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ തമ്പുരാൻ തന്നത്? ചിലപ്പോഴൊക്കെ നമുക്ക് സങ്കടം തോന്നില്ലേ, കണ്ണാടി നോക്കുമ്പോൾ അയ്യോടോ പാവോടോ എന്ന് പറയും അല്ലേ? നിങ്ങൾ ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾ ഇഷ്ടമാണോ? കണ്ണാടിയിൽ നോക്കിയിട്ട് അയ്യോ എന്തിനാ ദൈവമേ ഇതേപോലെ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതിന് എൻ്റെ പൊന്ന് കർത്താവേ നന്ദി പറയാറുണ്ടാ? അതിരാവിലെ എഴുന്നേറ്റ് പറയണോ കേട്ടോ. കുളിക്കുകയും കൂടിയും ചെയ്യരുത്, എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കാം, അപ്പം വീഴോടും അല്ലേ? ചില സമയത്ത് അറിയാതെ ഒരു കണ്ണാടി വെച്ചാൽ അല്ലേ ഒരു ഞെട്ടലുണ്ടാവും. അത് വേറെ ഒന്നുമല്ല. അത് പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? ദൈവത്തെ സ്നേഹിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കൽപ്പനയാണ് ആരെപ്പോലെയാണ്? നിന്നെപ്പോലെ, അതായത് എന്നെപ്പോലെ. ഞാൻ ശരിക്കും പറഞ്ഞ, ഞാൻ ഈ ബൈബിൾ വായിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേകതയുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കുത്തിത്തിരികെ വെച്ചെങ്കിൽ ഈ ലോകത്തെ പുസ്തകങ്ങളൊന്നും തികയാതെ പോകും. അതുകൊണ്ട് അവന് പറയാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ ദൈവസ്നേഹം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുകയും വ്യക്തിപരമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് വെച്ചത് നീ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാന്നുള്ളത്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. അപ്പോൾ നിങ്ങൾ ചോദിക്കണ്ട, ആച്ചാ അത് ബൈബിളിന് വിരുദ്ധമല്ലേ? ബൈബിളിന് വിരുദ്ധമൊന്നുമല്ല. ഞാനതൊന്നും കൂടെ എളുപ്പത്തിൽ വ്യാഖ്യാനിച്ചു തരാം. എനിക്ക് എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ച് താഴേക്ക് വിട്ട ആളെ ഞാൻ അംഗീകരിക്കാം. എനിക്ക് കുറവുണ്ട്, എനിക്ക് ബലഹീനതകളുണ്ട്, എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഈ കഷ്ടപ്പാടുകളും കുറവുകളും നിറവുകളും ഒക്കെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എന്നെ സൃഷ്ടിച്ച എൻ്റെ തമ്പുരാൻ സന്തോഷിക്കുക. കാരണം എന്താണ്? അവൻ എന്നെ അംഗീകരിച്ചു. അപ്പോൾ എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവം പറയും, എടാ ഇനി നീ ഒരു ടെൻഷൻ അടിക്കണം, ഇനി നമുക്ക് പൊളിക്കാം, ഇനി മറ്റുള്ളവരെ സ്നേഹം അത് ഞാൻ ഏറ്റു. അതുകൊണ്ട് എന്നെ സ്നേഹിക്കാൻ പറ്റണം. എനിക്ക് കുറവുണ്ടാവും, എൻ്റെ ശാരീരികമായ ബലഹീനതയുണ്ട്, അതൊക്കെ അംഗീകരിച്ച് എന്നെ സ്നേഹിക്കാനായിട്ട് പറ്റുമ്പോൾ നമ്മളുടെ ജീവിതത്തെ നമ്മളങ്ങോട്ട് ആസ്വദിക്കണമെന്നാണ് പറയാം. ഞാൻ എപ്പോഴും അധ്യാപകരെ വളരെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. വേറെ ഒന്നുമല്ല, ഈ അധ്യാപക വൃത്തി എന്ന് പറയുന്നത് അത് ഒരു ദൈവത്തിൻ്റെ വിളിയാണെന്ന് പറയും. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്നെപ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യം, ടീച്ചിങ് ഈസ് എ ഡിവൈൻ കോൾ. ചില്ലുംകൂട്ടിലിരിക്കണവർക്ക് കാണാൻ പറ്റണ്ടോ? ഓക്കെ, ടാറ്റ തരേണ അച്ഛാ നിർത്തി പൊക്കോന്ന്. പ്രിയമുള്ളവരെ, ഇതൊരു ദൈവവിളിയാണെന്നാണ് പറയുന്നത്. ആ ദൈവവിളിയെ ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എ റയർ ബ്ലെൻഡ് ഓഫ് 3, ഒരു അനിതര സാധാരണമായ 3 യാഥാർത്ഥ്യങ്ങളുടെ ഒരു കൂട്ട് ആണ് അധ്യാപകൻ എന്ന് പറയും. അതിന് ഞാൻ പറയുന്നതാണ്, ആദ്യത്തേത് നമുക്കവർക്കും അറിയാം, ടീച്ചിങ്. രണ്ടാമത്തേത് ലീഡിങ്. മൂന്നാമത്തേത് മെൻറ്ററിങ്. ടീച്ചിങ്, ലീഡിങ് ആൻഡ് മെൻറ്ററിങ്. അപ്പോൾ വെറുതെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല നമ്മൾ, അല്ലേ? പഠിപ്പിക്കാൻ ആർക്കും പറ്റും. പഠനത്തിലൂടെ ആ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും.
പ്രിയമുള്ളവരെ, അധ്യാപക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ല, എനിക്ക് എൻ്റെ സ്കൂളിലെ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ. സാധാരണ ഒരു സ്കൂളിൽ ഫ്രണ്ടിൽ എത്ര പേരായിരിക്കാം? സാധാരണ സ്കൂളിൽ മുമ്പത്തെ മറ്റേ അങ്ങാട് തിരിയുമ്പോൾ ഇങ്ങാട് ചായണ ബെഞ്ചില്ലേ, ആ ബെഞ്ചിൽ നമുക്ക് അല്ല, ആ ബെഞ്ചിലിരുന്നവരായിരിക്കുള്ളൂ ഭൂരിഭാഗം പേര്. ഇന്നപ്പോൾ കുഷ്യനൊക്കെ ഉണ്ട്, പക്ഷെ ഒരു സുഖം ഉണ്ടാവില്ല. ഒന്ന് തിക്കി പറഞ്ഞാൽ താഴ്ത്തി ടൈം ഒരു സന്തോഷമായിരിക്കും. അപ്പം ആ ഒരു പൊസിഷനിൽ ഞാനിരിക്കുന്നത്, എൻ്റെ സ്ഥാനം എപ്പോഴും ഈ ടീച്ചർ ഇരിക്കണം മൂന്നാമത്തെ സ്ഥലത്തായിരിക്കും. മൂന്നാമത്തെ സ്ഥലത്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ഫ്രണ്ടിലിരിക്കണവൻ വലിയ കുഴപ്പമില്ലാത്തവനാണെന്നൊരു ധാരണ ടീച്ചറിനുണ്ടാവും. അതുകൊണ്ട് അത് വരുത്തുക എന്നുള്ളതാണ്. അപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കില്ല പകുതി. കാരണം എന്താണ്, ഫ്രണ്ടിൽ ഓക്കെയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്നുള്ളതെന്ന് വെച്ചാൽ ചോദ്യങ്ങൾ കട്ടിയുള്ള ചോദ്യങ്ങളൊന്നും വരില്ല. ആദ്യത്തെ ചോദ്യങ്ങളൊക്കെ അറിയാം, നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷെ ചില മെനക്കെട്ട ടീച്ചേഴ്സ് ബാക്കിൽ നിന്ന് തുടങ്ങും. അപ്പം നമുക്ക് ഉള്ളിൽ ഒരു പടപ്പാണ്. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഒരു സാധനം വന്നിട്ട് ബാക്കിൽ നിന്ന് തുടങ്ങിയേക്കാണ്. ദൈവമേ, പണിപാളി. മാരകമായ ചോദ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ആൻറ്റിക്കുട്ടൻ എന്നുകൊണ്ട് ഒരുത്തനുണ്ട്. ചോദ്യം എത്താൻ 2-3 പേരുടെ കുട്ടികളുടെ വ്യത്യാസമുള്ളൂ. ഇവ വാഴ വെട്ടിയിട്ട് പോലെ അത് കിടക്കണം നിലത്ത്. അപ്പം ഞാൻ ദൈവമേ, ഒടുക്കത്തെ അഭിനയമുള്ളവെന്ന് പറഞ്ഞു. അപ്പം തന്നെ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ പറഞ്ഞ ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ സാധനത്തിന് കൊണ്ടുപോയി സ്റ്റാഫ് റൂമിലിട്ടേന്നു. അതായത് ഉപയോഗിച്ച ഭാഷയുണ്ട്, ആ സാധനത്തിന് കൊണ്ടുപോയി സ്റ്റാഫ് റൂമിലിട്ടേക്കാം. നമുക്ക് സന്തോഷമായി. എന്താണ്, അടുത്ത ചോദ്യം നമ്മുടെ അടുത്താണ്. നമ്മൾ അങ്ങനെ തന്നെ പൊക്കിയെടുത്ത് ഞാൻ വേണ്ട, ആരും പിടിക്കണ്ട, ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോയി. തൊട്ടപ്പുറത്താണ് സ്റ്റാഫ് റൂം. പക്ഷേ നമ്മളൊരു എറണാകുളത്തോണം ഫീലായിരുന്നു. നമ്മളവിടെ കൊണ്ടുപോയി അവനൊന്ന് വീശിയൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ അവനോട് കിടക്കണം. ഓക്കെ, കയറിയിരുന്നോ, നമ്മൾ നല്ല കുട്ടി. ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനസ്സിലാക്കണത്. അത് കഴിഞ്ഞിട്ട് ഈ ടീച്ചർ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഇപ്പം ദൈവമേ പെട്ട്, മറ്റേ ചോദ്യം ചോദിക്കാനായിരുന്നു വിചാരിച്ചു, പക്ഷെ ചോദ്യം ചോദിക്കാനായിരുന്നില്ല. എന്നെ വിളിച്ചിട്ട് അന്ന് ഇത് ഏതാണ്ട് ഒരു 87 കാലഘട്ടത്തിൽ നടക്കുന്ന എൻ്റെ അടുത്ത് 1 രൂപ തന്നു. 1 രൂപ 2 രൂപ തന്നു. എന്നിട്ട് പറഞ്ഞു, എടാ 2 സവാളോടെയും ഒരു സർവത്ത് മേടിച്ചിട്ട് വരാം. 2 സവാളോടെ ഒരു സർവത്ത് കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ 2 സവാളോടെ ഉണ്ട്. അപ്പോൾ ഒരു സാധ്യതയുണ്ട് എനിക്ക്. അങ്ങനെ ആ പ്രതീക്ഷയിൽ ഞാനൊരു സർവത്തും സവാളോടെയും വാങ്ങിക്കാൻ പോയി. വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോൾ ഈ ടീച്ചർ എന്നെ നേരത്തെ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ ഒരു സവാളോടെ നമുക്ക് വന്നു. സർവത്ത് കിട്ടിയില്ല കേട്ടോ, എൻ്റെ സങ്കടം ഇപ്പോഴും ഉണ്ട്. ആ സർവത്ത് നിലത്ത് വെട്ടിയിട്ട വാഴ പോലെ വീണ ഈ അവന് കൊടുക്കാം. ഈ സർബത്ത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ സവാള വട അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറുടെ ആദ്യത്തെ ചോദ്യം, നീ ഇന്നലെ വല്ലതും കഴിച്ചായിരുന്ന? ഇന്ന് രാവിലെ എന്തെങ്കിലും കഴിച്ചോന്നല്ല കേട്ടോ ചോദിച്ചു. നീ ഇന്നലെ എന്തെങ്കിലും കഴിച്ചായിരുന്നു? അവൻ പറഞ്ഞു, ഇല്ല ടീച്ചറെ, കഴിച്ചില്ല. പ്രിയമുള്ളവരെ, ടീച്ചർ ഉപയോഗിച്ച വാക്കുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴും ടീച്ചർ ചിലപ്പോൾ തെറിയെ കുളിക്കും ഞങ്ങളുടെ ക്ലാസ്. നീ ഏത്, പക്ഷെ ഞങ്ങൾക്കൊരു വിഷയമില്ല. കാരണം അത്രയും ഞങ്ങളെ, അതായത് ക്ലാസ്സിൽ വെച്ച് മനസ്സിനെ എന്തുമാത്രം വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാലും ആ ക്ലാസ് റൂമിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ടീച്ചർ അവനെ തോളത്ത് തട്ടി അവനെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രകൃതമുള്ളത് കൊണ്ട് ടീച്ചർക്ക് ഞങ്ങളുടെ അടുത്ത് അമ്മാതിരി സ്വാതന്ത്ര്യം ഉണ്ടായി. എന്തു വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാൻ, ഞങ്ങൾക്കൊരു വിഷയം ഓർന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചിലപ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കാൻ മടിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ, കുട്ടികളുടെ മുമ്പിൽ ചെയ്യാനൊന്ന് അമാന്തിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ടീച്ചർ ഒരു വ്യതിരിക്തമായ ഉദാഹരണം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പോയി തെറി പറയണമെന്നല്ല കേട്ടോ പറഞ്ഞു. നിങ്ങൾക്ക് എന്തും പറയാം. അങ്ങനെ പറഞ്ഞ് ആ കുട്ടി എൻ്റെ കൺമുമ്പിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എന്നിലൂടെ ആ കുഞ്ഞിന് എന്തെങ്കിലും മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മുറിവ് വളരെ സിമ്പിളായിട്ട് ഞാൻ സുഖപ്പെടുത്തി അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമെന്നൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ എന്ത് ഭാഷയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു അമേരിക്കൻ ഹിസ്റ്റോറിയൻ, പുള്ളിയുടെ പേര് ഹെൻറി ബ്രൂക്സ് ആഡംസ് എന്നാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എ ടീച്ചർ അഫക്ട്സ് ഇറ്റേണിറ്റി. He or she can never tell where his or her influence stops. പ്രിയമുള്ളവരെ, നിത്യതയെ സ്പർശിക്കുന്നവരാണ് അധ്യാപകർ. അവരുടെ സ്വാധീനം എവിടെ വരെ ചെന്നെത്തുമെന്ന് അവർക്ക് പോലും അറിയത്തില്ല. നേരത്തെ തമാശക്കാണെങ്കിലും ഞാൻ കളിയാക്കി വിട്ടെങ്കിൽ ആത്മാവ്
ആത്മാവാ. കാരണം ആ ഒരു സാന്നിധ്യം, അത് നിത്യത എന്ന് പറയുന്നത് ആത്മാവിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. ആത്മാവിന് മാത്രം സ്വന്തമായിട്ടുള്ള നിത്യതയെ ഒരു അധ്യാപകൻ സ്വന്തമാക്കുമ്പോൾ അവൻ സ്വന്തമാക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ ഒരു തലമാണെന്ന് പറയും. ആ ഒരു തലത്തിൽ നമുക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ് എന്നാണ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇൻഫ്ലുവൻസ്? സ്വാധീനിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ടീച്ചർമാരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ചില ടീച്ചർമാരെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചില ടീച്ചർമാരെയോ ഒരു താല്പര്യം. ചില ടീച്ചർമാരുടെയൊക്കെ മുഖം നിലത്തിട്ട് ഇങ്ങനെ ഓർക്കാൻ തോന്നിയിട്ടില്ലേ? ഇല്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അവരുടെ കയ്യിലാണല്ലോ നമ്മുടെ ഭാവി എന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാണ്ടിരിക്കുക. നമ്മളെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് സ്വാധീനിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ അധ്യാപകർക്ക് കൊടുക്കാവുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, മെഴുകുതിരിയായിട്ടാണ് അധ്യാപകരെ സാധാരണ താരതമ്യം ചെയ്യാറ്. ഇസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ കാൻഡിൽ ആൻഡ് ലാമ്പ്? മെഴുകുതിരിയും എണ്ണത്തിരിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ഞാൻ അങ്ങോട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ നിങ്ങളുടെ അടുത്ത്? മെഴുകുതിരിയും എണ്ണത്തിരിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഉരുകി ഉരുകിത്തിരി, എണ്ണത്തിരിയാ പറഞ്ഞോ? എണ്ണത്തിരിക്ക് കരിന്തിരി കത്താനുള്ളൊരു സാധ്യത. എണ്ണത്തിരിക്ക് കരിന്തിരി കത്താനുള്ള മെഴുകുതിരിക്ക് ആ ഒരു സാധ്യതയില്ല. അത് ഉരുകിത്തീരുന്നതിന് മുമ്പ് അതിൽ നിന്ന് എന്തെങ്കിലും വെട്ടം വേറൊരാൾക്ക് എനിക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയ, പ്രിയമുള്ളവരെ, അതിനുമപ്പുറം വേറൊരു യാഥാർത്ഥ്യമില്ലെന്നാണ് പറയും. അതുകൊണ്ട് കൊടുക്കാവുന്ന ഒരു ഡെഫിനിഷൻ എന്ന് വെച്ചാൽ, കാൻഡിൽ കൺസ്യൂംസ് ഇറ്റ് സെൽഫ്. അത് നമ്മളുടെ തന്നെ ജീവിതത്തെ സുന്ദരമായിട്ട് അത് മാറ്റിയെടുക്കുമെന്ന് പറയും. കൺസ്യൂംസ് ഇറ്റ് സെൽഫ് ടു ലൈറ്റ് ദ വേ ഫോർ അതേഴ്സ്. എൻ്റെ മുമ്പിൽ എത്ര മെഴുകുതിരി വന്നാലും അതിനകത്തേക്ക് ഇതിനകത്തുനിന്ന് ഒരു ദീപനാളം പോയാലും ആ ദീപനാളത്തിൻ്റെ വെളിച്ചത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് കത്തിക്കാൻ മടിക്കണ്ടെന്ന്. എൻ്റെ മുമ്പിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന 40, 50, 60, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈ ആലയത്തിൽ അല്ലെങ്കിൽ ഈ ഹോളിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന 1000-ഓളം പേരിലേക്ക് ഞാനിത് കത്തിക്കുമ്പോൾ പകുതി കെട്ടുപോയാലും കുഴപ്പമില്ല, ബാക്കി പകുതി ഉണ്ടാവും. ആ പകുതി ഇതുപോലെ മറ്റുള്ളവരിലേക്ക് പകർന്നു വരും. അവിടെ പകുതി കെട്ടാലും ബാക്കി പകുതി ഉണ്ടാവും. പ്രിയമുള്ളവരെ, ഒരാൾ 10 ആൾക്ക് കൊടുക്കുന്നു, ആ 10 ആള് വീണ്ടും 100 ആൾക്ക് കൊടുക്കുന്നു, 100 ആള് 1000 പേർക്ക് കൊടുക്കുന്നു. അതിൽ പകുതി കെട്ടുപോയാലും അപ്പോഴും 500 ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്താണ്? ഞാനെന്ന വ്യക്തി അതിങ്ങനെ എരിഞ്ഞ് ഇല്ലാണ്ടാകുമ്പോൾ ആ എരുതിയിൽ നിന്ന് വേറെ ഒരുപാട് ദീപനാളങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ അവിടെ ഒരു അക്വയർ ദ പവർ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. എൻ്റെ മുമ്പിലുള്ള കുട്ടികളെ സ്വാധീനിക്കാനുള്ളൊരു ശക്തി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ, പ്രിയമുള്ളവരെ, വേറെ ഒന്നും നമുക്ക് വേണ്ടെന്നാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന കുട്ടികളെ സ്വാധീനിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ടീച്ചർ സവാളോടെയും സർവത്തും തന്ന ആ ടീച്ചർ ഒരു ദിവസം നമ്മളോട് പറയണം, എടാ ഈ ഡെസ്ക് ഒന്ന് മോളിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, 5ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കാം. പ്രിയമുള്ളവരെ, മറ്റേ ഉറുമ്പ് അരിമണി കൊണ്ടുപോകില്ലേ, അതേപോലെ ചുറ്റും നിന്നിട്ട് കൊണ്ടുപോവുകയാണ് ഈ സാധനം. നമുക്ക് ഇഷ്ടമില്ലാത്ത ടീച്ചർ ചിലപ്പോൾ ഒരു ഡസ്റ്റർ കൊണ്ടുപോയി മുകളിലൊക്കെ പറയും, ഓ എനിക്ക് അലർജിയാണ് സിസ്റ്റർ, പൊടി അലർജിയാണെന്ന് പറയും. കാരണം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ എന്നെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ കുട്ടികളിലേക്ക് എനിക്കിങ്ങനെ ഒരു സൂചി കുത്തി ഇറക്കുന്നത് പോലെ അവൻ്റെ ചങ്കിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. എൻ്റെ നോട്ടം പതിയേണ്ടത് അവൻ്റെ കണ്ണിലല്ല, മറിച്ച് അവൻ്റെ ചങ്കിലായിരിക്കും. ആ കുട്ടിയുടെ ഉള്ളിലെ സങ്കടം തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റണമെന്നാണ് പറയുന്നത്. അത് എളുപ്പത്തിൽ പറ്റണ ഒരു കാര്യമുള്ളല്ലോ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അക്വയർ ദ പവർ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. പ്രിയമുള്ളവരെ, നിങ്ങളെ സ്വാധീനിച്ച അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ടീച്ചർമാര്, നിങ്ങളുടെ അധ്യാപകര് ഉണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പേര് പറഞ്ഞ് വെറുതെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചില ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അബ്ദുൽ കലാമോ അങ്ങനെയുള്ളവരെ, അങ്ങനെ നിങ്ങളെ സ്വാധീനിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളവരെ വെറുതെ ഒന്ന് പേര് പറഞ്ഞേ. ആ ജിബി സാർ, ഏത് ജിബി സാറാണാവോ? പറഞ്ഞോ. വേറെ ആരുമില്ല? നെൽസമ്മ ടീച്ചർ. വേറെ നിങ്ങളെ സ്വാധീനിച്ച ടീച്ചറുടെ, അതിപ്പോ വളരെ ഫേമസ്. നിങ്ങളെ സ്വാധീനിച്ചവരുടെ പേര് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരുണ്ടാവും. ചിലടത്ത് പറയുമ്പോൾ ഉമ്മൻചാണ്ടി അണച്ചാന്ന് പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പറഞ്ഞോ. എനിക്ക് തോന്നുന്നു ഈ ഒരു സുനാമി വന്നിട്ട് ചെക്കത്തിനോട് കൊണ്ടങ്ങോട്ട് കടലിൽ കൊണ്ടേ കളയണമെന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെ എവിടെ പോയി ചോദിച്ചാലും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഇനി മുതൽ പറയേണ്ട ഒരു ഒറ്റ പേരേ ഉള്ളൂ. ആ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വന്നേക്കണേ? വിശ്വാസ പരിശീലകരാണ്. ഇപ്പൊ ഓർക്കെ പറഞ്ഞേ, എന്നെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന, എന്നെ എന്നും സ്വാധീനിച്ചു കൊണ്ടിരിക്കാൻ സാധ്യതയല്ല, സത്യമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആര്? ഓർക്കെ പറഞ്ഞോ. പോരല്ല കർത്താവേ. ഈശോയ്ക്ക് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള പേര് മറ്റേ ഇയാൾ പറഞ്ഞ പോലെ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നു. മലയാളം അറിയാവുന്ന കുറെ വിശുദ്ധരിപ്പോൾ കിട്ടിയിട്ടുണ്ട് സഭക്ക്. ആരൊക്കെയാണെന്ന് അറിയാമോ? മലയാളം അറിയാവുന്ന, നമ്മുടെ ഭാഷ അറിയാവുന്ന വിശുദ്ധരുണ്ട്, സ്വർഗത്തിലുണ്ട്. അൽഫോൻസാമ, ചാവറ, ദൈവസഹായത്തിന് മുഴുവൻ അറിഞ്ഞൂടാ. എന്നെയും തെറ്റിക്കോലെ ഫ്രണ്ടിൽ ഒന്നിരിക്കുകയാണ് തെറ്റിക്കാനായിട്ട്. അടുത്തത് എവുപ്രാസിയാമ്മ, മറിയന്ത്രേസ്യാമ്മ. പ്രിയമുള്ളവരെ, ഇവരോടൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവോക്കിയേ. വളരെ കുറച്ചുള്ളൂ, താഴ്ത്തിക്കോ. അന്തോണി സുന്നാനോട് പ്രാർത്ഥിക്കണവരെ കൈവോക്കിയേ. അയ്യോ, എന്തൊരാൾക്കാരാണ്. പുള്ളിയുടെ ഭാഷ പോർച്ചുഗലാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ എപ്പെത്താനാണാവും. നമുക്ക് മലയാളം അറിയാവുന്ന വെറുതെ ചുമ്മാ പറഞ്ഞാൽ മതി. അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന 3-4 വിശുദ്ധന്മാര് കേരള കത്തോലിക്ക സഭയ്ക്ക് തന്നിട്ട് ഇപ്പോഴും നമുക്കൊരു എന്തില്ല, ഒരു വിലയില്ല. നമുക്ക് പോർച്ചുഗീസൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വേറെ ആളെ വെച്ച് അപ്പുറത്ത് കൊണ്ടുവച്ചത് എന്തൊരു തിരക്കാണെന്ന് അറിയാമോ അന്തോണി സുന്നാലിനെ? നിങ്ങൾക്ക് മനസ്സിലാക്കണത്. ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞാണ്, എൻ്റെ പൊന്നിടെ അയച്ചാ കോടാനുകോടി പെറ്റീഷനാണ് കിട്ടുന്നത്, ഇതൊക്കെ സോർട്ട് ചെയ്ത് തരും. അന്ന് അപ്പുറത്ത് വെറുതെ മറിയം വെറുതെ ഇരിക്കണം, ഒരു പണിയിൽ. അവളോടൊന്ന് സഹായിക്കാൻ പറഞ്ഞാൽ അവളോട് സഹായിക്കാമില്ല. നിനക്ക് കിട്ടിയതല്ല, നീ ചെയ്, എനിക്ക് വരണത് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, വെറുതെ ഇരിക്കണം കുറേ പേരുണ്ട്, അവർക്ക് കൊടുക്ക്. എന്തായാലും കിട്ടുമെന്നേ, നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ഇത് ഒരു കെട്ടുകണ ഒരു തമിഴ് ലോറിക്ക് പോകണ പോലെയാണ് നമ്മുടെ അന്തോണി സുന്നാലൻ ഈശോൻ്റെ അടുത്തേക്ക് അല്ലാണ്ട്. എന്നിട്ട് അപ്പം ഈശോ പറയും, ഇവന് ഇത് മാത്രമുള്ള പണി. ഇപ്പം മൈൻഡ് ചെയ്യാറില്ല. വല്ലപ്പോഴും ഒക്കെ വരുമ്പോൾ ഇല്ലേ, നമ്മുടെ വീട്ടിൽ വല്ലപ്പോഴും തന്നെ ഒരാൾ കുറേ നാളായി വന്നിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രാസയമയം മറിയം തെരേസയ്ക്കൊക്കെ അവിടെ സീറ്റ് കൊടുത്തിട്ട് അവിടെ ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഒന്ന് കൊടുത്തൂടെ ഈ കൊച്ചി രൂപത്തിലുള്ള ആർക്കൊക്കെ? അവർക്ക് എന്ത് സന്തോഷം ഒരുക്കുന്നറിയാം. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ സമർപ്പിച്ച് നമ്മളിങ്ങനെ ഈ ഒരു തലത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാധീനിക്കാനുള്ളൊരു ശക്തി സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണമെന്ന് പറയാം. അക്വയർ ദ പവർ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബി proactive. What is the meaning of be proactive? എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് എഴുതിയെടുക്കണം. ഒരു കാര്യമില്ല ടീച്ചർ എന്നെ കൊണ്ട് ടീച്ചർ വഴക്ക് പറയിപ്പിക്കുന്നു. രഹസ്യത്തിൽ എഴുതിയെടുക്കണവരുണ്ട്, കുഴപ്പമില്ല. ഇത് അവസാനം കഴിയുമ്പോൾ കുറച്ച് മനസ്സിൽ കിടപ്പുണ്ടാവും, അത് മാത്രം എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ടീച്ചർ എഴുതിക്കോട്ടെ, ഞാൻ വെറുതെ പറഞ്ഞ. എന്താണ് പ്രൊയാക്റ്റീവിൻ്റെ അർത്ഥം? എന്നിട്ടാണ് പ്രൊയാക്റ്റീവിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണെന്നറിയാമോ? പറഞ്ഞോ. അതെന്തോ അർത്ഥമാണ്? പ്രൊയാക്റ്റീവിൻ്റെ നെഗറ്റീവ് ഓപ്പോസിറ്റ് വേർഡാണ് റിയാക്റ്റീവ്. പ്രൊയാക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ്. നമ്മൾ ടീച്ചർമാർ എപ്പോഴും പ്രോ ആക്റ്റീവ് ആയിരിക്കണമെന്നാണ് പറയുന്നത്.
പ്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ? പ്രിയമുള്ളവരെ, ഞാനത് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ടുള്ള എളുപ്പത്തിൽ, പവർ, അധികാരമുള്ളവരാണ് ആര്? ടീച്ചേഴ്സ്. അധികാരം ദുർവിനിയോഗം ചെയ്യാൻ അന്തസ്സായിട്ട് സാധ്യതയുള്ളവരും കൂടെയാണ് ടീച്ചേഴ്സ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ മിഡ് ടേമും ക്വാർട്ടർലി എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് ആ പേപ്പർ നോക്കുന്ന ടീച്ചർമാർ തന്നെ ആയതുകൊണ്ടും വലിയ വലിയ ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചോദിക്കാറ്. ടീച്ചറോട് നമ്മൾ പറയുമോ, ടീച്ചർ എന്തെന്നാ പഠിപ്പിക്കുന്നു, സാധനം മനസ്സിലാവണില്ല? അതിനുള്ളത് ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ട്. കാരണം എന്താണ്? തോറ്റുപോയാലും വലിയ വിഷയമൊന്നുമില്ല. മുമ്പ് നമുക്കുണ്ടായിരുന്നില്ല എന്നുള്ളത്. കാരണം എന്താണ്? വേറെ ഒന്നുമല്ല, നമ്മൾ ഈ അധികാരം നമ്മൾ വളരെ മോശമായിട്ട് ചില ടീച്ചർമാർ ഉപയോഗിച്ചതിൻ്റെ വേദനകൾ ഉള്ളിൽ കിടക്കുന്നവരുണ്ടാകും ഈ കൂട്ടത്തിൽ. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് അർഹതപ്പെടാത്ത അല്ലെങ്കിൽ അർഹതപ്പെട്ട പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും. പ്രിയമുള്ളവരെ, ഞാൻ സാധാരണ ഒരു ലെറ്റർ എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ഇത്തിരി വലുതാക്കി എഴുതണത് അതിൻ്റെ ഒരു ഭംഗിയാണ്. പക്ഷെ അവനെ നിൽപ്പുണ്ട്, ഒരു അഹങ്കാരിയല്ല അവൻ. ബാക്കിയൊക്കെ വളരെ എളിമയുടെ നിൽക്കുമ്പോൾ ഈ പി അങ്ങനെ നിൽക്കണം ശരിയാണ്. എനിക്കിഷ്ടാവില്ല, അതുകൊണ്ട് ഒരു ഒറ്റടി അങ്ങോട്ട് കൊടുക്കണവൻ. ഇപ്പം എന്തായി? ബവർ. എൻ്റെ പവറിൻ്റെ സ്പെല്ലിങ് ഞാൻ എപ്പോഴും എഴുതണത് ഇങ്ങനെയാണ്. ഇഫ് യു ഹാവ് ദ എബിലിറ്റി ടു ബൗ ബിഫോർ അതേഴ്സ്, അപരൻ്റെ മുമ്പിൽ കുനിയാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു അധ്യാപകനാണെന്ന് പറയും. അതുകൊണ്ട് ഈ പവർ നമ്മൾ വിനിയോഗിക്കേണ്ടതാണ്. എനിക്ക് അധികാരം കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. സെർവൻ്റ് ഓഫ് സെർവൻസ് ആരാണ്? അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ട? എല്ലാവരും കത്തോലിക്കരല്ലേ ഇവിടെ ഇരിക്കണവർ? ഓക്കെ. ദാസന്മാരുടെ ദാസൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാളുണ്ട്. ആരാണ്? ഈ അടുത്ത് കിട്ടി നമുക്ക് ഒരാളെ, പുതിയ ആളാ. പരിശുദ്ധ പിതാവ്. ഇപ്പോഴത്തെ പാപ്പയുടെ പേരെന്തിനാണ്? ലയോ 14 പാപ്പ. പ്രിയമുള്ളവരെ, ശുശ്രൂഷയ്ക്ക് വിട്ടേക്കണമെന്ന് പറയാം. നിങ്ങൾ ഇത് ഈ അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപനം എന്ന് പറയുന്നത് അത് അധികാരം ഉപയോഗിക്കാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനാണെന്നുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് പറയും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ ഇതുപോലെ തടിച്ചുകൂടിയ ജനങ്ങളോട് പാപ്പ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അവർ വിചാരിച്ചു ഓക്കെ. എന്നിട്ട് പരിശുദ്ധ പിതാവ് 2 അടി ഇങ്ങനെ മാറി നിന്നിട്ട് കുമ്പിട്ട്. ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സംഭവമാണ്. കത്തോലിക്ക സഭയുടെ പരമപീഠത്തിലേക്ക് വന്നവൻ താൻ ആർക്ക് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കേണ്ടത് അവരോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തലകുനിച്ച് നിൽക്കുക. പിന്നീട് ആ വ്യക്തിയുടെ ജീവിതത്തിലും ആ വ്യക്തി ലോകത്തിന് നൽകിയ സംഭാവനയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ പ്രവർത്തനത്താൽ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ പ്രവർത്തനത്താൽ മുന്നോട്ട് പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ത്? കത്തോലിക്ക സഭ. അതിന് പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞുതരാം. പരിശുദ്ധപിതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ലോകത്തിലെ മാധ്യമങ്ങളൊക്കെ 20 പേരെ എണ്ണി പറഞ്ഞുതരും. ആ 20 പേരിൽ ആരെങ്കിലും വരൂല. എന്താണത്? മാധ്യമങ്ങളല്ലല്ലോ തിരഞ്ഞെടുക്കുന്നത്. സഭ മുന്നോട്ട് പോകുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന ഒരു ഏറ്റവും വലിയൊരു സാധ്യതയാണ് ഈ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് അധികാരം നമുക്ക് കിട്ടുന്നത് അത് ദുർവിനിയോഗത്തിനല്ല, മറിച്ച് വിനിയോഗത്തിനാണ്.